രണ്ട് ഭാരമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോവുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവ്വലുഹുമ, ആ രണ്ടെണ്ണത്തിൽ ഒന്നാമത്തേത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. ഫീഹി അൽ ഹുദാ വന്നൂർ, അതിൽ നേർമാർഗമുണ്ട്, പ്രകാശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ കിതാബുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് വിട്ടേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിതാബുല്ലാഹ് വിട്ടേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? അല്ലാഹുവിന്റെ കിതാബായ ഖുർആനും ഉൾക്കൊള്ളുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യായിട്ട് ഇറങ്ങിയ മറ്റ് ഹദീസുകളും അത് ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട് കാര്യം അത് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ കൽപ്പിക്കുന്ന കാര്യങ്ങളും വിരോധിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഖുർആനിന്റെ താല്പര്യമാണ്. എന്നിട്ട് ഖുർആനിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ അഹ്ലു ബൈത്തി, എന്റെ കുടുംബം. الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. വിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് മലായിക്കത്തുകളിലുള്ള ഈമാൻ, ബാബു ദിക്രിൽ മലായിക്കത്തി അലൈഹിമുസ്സലാം വൽ ഈമാൻ ബിഹിം എന്ന ബാബ് കഴിഞ്ഞ ദർസിൽ നമ്മൾ അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത് ബാബുൽ വസിയ്യത്തി ബി കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബുമായി ബന്ധപ്പെട്ട്, ഉദ്ദേശം ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസിയ്യത്ത്, അതിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നുള്ള നിലക്ക് ഷെയ്ഖ് ബാബില് ആദ്യം കൊടുക്കുന്നത് ഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് സൂറത്തുൽ അറാഫിലെ 3-ാമത്തെ ആയത്താണ്. തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അതൊഴികെയുള്ളതിനെ നിങ്ങൾ പിൻപറ്റരുത്, അല്ലെങ്കിൽ അവരെ രക്ഷാധികാരിയെ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. ഖലീലൻ മാ തദക്കറൂൻ, കുറച്ചു പേര് മാത്രമാണ് ഇത് ഉറ്റാലോചിക്കുന്നവര്, ഇത് മനസ്സിലാക്കുന്നത് എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക്, അഥവാ മനുഷ്യരിലേക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്, കിതാബുകൾ. അതിൽ നമുക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള, നമ്മുടെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള കിതാബ് അൽ ഖുർആൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്. ഈ ആയത്ത് ഷെയ്ഖ് ആദ്യം കൊടുക്കാനുള്ള കാരണം തന്നെ, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും, നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിൻപറ്റുക, മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്. ഇവിടെ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അതിന്റെ ഉദ്ദേശത്തിൽ വരുന്നുണ്ട് എന്നത്. കാരണം ഖുർആനിന്റെ വിശദീകരണം, അല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാക്കേണ്ടത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളെ ആരാണോ പിൻപറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങളെ ആരാണോ സ്വീകരിക്കുന്നത്, ദുനിയാവിലും പരലോകത്തിലും അവർ വിജയികളായിരിക്കും. അതല്ലെങ്കിൽ ദുനിയാവിലും പരലോകത്തും അവര് നഷ്ടക്കാരുമായിരിക്കും. ഈ ആയത്ത്, ഷെയ്ഖ് കൊടുത്തിട്ടുള്ള ആയത്ത് സൂറത്തുൽ അറാഫിലെ തുടക്കത്തിൽ തന്നെ 3-ാമത്തെയുള്ള ആയത്താണ്.
ഇതിന് തൊട്ടു മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകും ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. ഈ കിതാബ് ഇറക്കപ്പെട്ടിട്ടുള്ളത്, നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ നെഞ്ചിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കാൻ ആ നിലക്കൊന്നുമല്ല. വേറെ ആയത്തുകൾ ഈ ആശയത്തിൽ കാണാം. ലിതുൻദിറ ബിഹി, ഇതുകൊണ്ട് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വദിക്റാ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു ഉത്ബോധനമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് കാണാം. ഇവിടെ നാം പറഞ്ഞല്ലോ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഖുർആനും ഹദീസുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഹവക്കനുസരിച്ചിട്ടല്ല സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്, ദീനീ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വിധി നടപ്പിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വ്യക്തമായ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്, വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ ഈ ഇറക്കപ്പെട്ട കിതാബ് അല്ലാതെ മറ്റുള്ളവരെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ പിൻപറ്റിയാൽ അതിന്റെ ഉദ്ദേശം അവരെ നിങ്ങൾ ഔലിയാക്കളായി രക്ഷാധികാരികളായി ഏറ്റെടുത്തു എന്നുള്ളതാണ്, ആ നിലക്ക് കണ്ടു എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കുന്ന നേതാക്കന്മാരെയും വ്യക്തികളെയും അല്ലെങ്കിൽ വലിയ ആളുകളെയും അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അന്ധമായി പിൻപറ്റാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിൽ ദീന് ചർച്ച ചെയ്യുന്ന ആളുകളെ മാത്രമേ നാം പിൻപറ്റാൻ പാടുകയുള്ളൂ. അഥവാ അവരിൽ നിന്നാണ് ദീന് പഠിക്കേണ്ടതും അതാണ് നാം സ്വീകരിക്കേണ്ടതും. അതല്ലാതെ നമ്മുടെ നാടുകളിൽ ഭൂരിപക്ഷം ആളുകളെയും കാണുന്ന തഖ്ലീദുൽ അഅമ, അന്ധമായ തഖ്ലീദ് എന്നുള്ളത് പല സമയങ്ങളിലും ആവശ്യമായിട്ട് വരും. കാരണം ഇപ്പോ നമുക്ക് ചില ഹദീസുകൾ സഹീഹാണ് എന്നുള്ളത് നമ്മളൊരു പണ്ഡിതന്റെ മേലുള്ള വിശ്വസ്തതയും അല്ലെങ്കിൽ ആ പണ്ഡിതൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കും. അത് കാരണം അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അത് പക്ഷെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അന്ധമായ തഖ്ലീദ്, ഒരാൾ പറഞ്ഞാൽ മതി, അതിന് തെളിവുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ വേറെ ഒന്നും പരിശോധിക്കാതെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന അവസ്ഥ, അത് വലിയ അപകടമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെയും മറ്റു പല ആയത്തുകളിലൂടെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ടതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, അതല്ലാത്തതിനെ നിങ്ങൾ പിൻപറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ നമുക്കറിയാം, മുജ്തഹിദീങ്ങളായ അവർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ചില മസ്അലകളിൽ ഗവേഷണം നടത്തുകയും അതിൽ ചില അബദ്ധങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും ഫിഖ്ഹിയായ മസ്അല ചർച്ചകളിൽ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ പണ്ഡിതന്മാര് നടത്തിയ ഗവേഷണത്തെ പരിഗണിക്കാം. എന്നാൽ അതേസമയം ആ വിഷയത്തിൽ സ്വഹീഹായി കൊണ്ടിട്ടുള്ള ഹദീസോ അല്ലെങ്കിൽ സ്വഹീഹായി കൊണ്ടിട്ടുള്ള മറ്റു റിപ്പോർട്ടുകളോ വന്നാൽ നാം എന്ത് ചെയ്യണം? അതാണ് സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ അയിമ്മത്തുൽ അർബഅ എന്ന് നാം പറയുന്ന ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുമുല്ലാഹ്, ഇവരെല്ലാവരും അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇദാ വാഫഖ ഖൗലുനാ ഖൗല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുദൂഹ്, ഞങ്ങളുടെ ഖൗലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലും യോജിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യോജിച്ചതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. അതല്ല ഞങ്ങളുടെ വാക്കിനെതിരായിക്കൊണ്ട് ഹദീസുകളിൽ എന്തെങ്കിലും കണ്ടാൽ ഞങ്ങളുടെ വാക്കിനെ ഒഴിവാക്കിയിട്ട് എന്ത് സ്വീകരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ സ്വീകരിക്കണം എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും, മദ്ഹബിന്റെ ഇമാമിങ്ങളും എല്ലാം പണ്ഡിതന്മാരും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയ ഈ വേദഗ്രന്ഥം, ഈ കിതാബ് നാം പിന്തുടരണം എന്നാണ് ഈ ആയത്ത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഷെയ്ഖ് മുഖദ്ദിമയായിട്ട് ഈ ഒരു ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ ഹദീസുകളിലേക്ക് കിടക്കുകയാണ്. ഈ കിതാബിലെ
75-ാമത്തെ ഹദീസാണ് ഈ ബാബിലെ ആദ്യത്തെ ഹദീസ്. عن زيد بن أرقم رضي الله عنه زيد بن أرقم رضي الله عنه أن رسول الله صلى الله عليه وسلم خطب فحمد الله وأثنى عليه. رسول الله صلى الله عليه وسلم ഒരിക്കൽ പ്രസംഗിച്ചു, അള്ളാഹുവിനെ ഹംദ് ചെയ്ത് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്. ثم قال എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ്, അമ്മാ ബഅദ് എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ള അർത്ഥത്തിൽ. അലാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ, തീർച്ചയായിട്ടും ഞാൻ ഒരു മനുഷ്യനാണ്. യൂഷിക്കു അൻ യഅതിയനി റസൂലു റബ്ബി ഫഉജീബ്, എന്നിലേക്ക് എന്റെ റബ്ബിൽ നിന്നുള്ള ഒരു റസൂൽ വരാനായിട്ടുണ്ട്, ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. വഅന താരിക്കും ഫീക്കും, ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു സഖലൈൻ, രണ്ട് ഭാരമുള്ള കാര്യങ്ങൾ. അവ്വലുഹുമ, അതിലൊന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്. ഫീഹി അൽ ഹുദാ വന്നൂർ, അതിൽ നേർമാർഗമുണ്ട് പ്രകാശവുമുണ്ട്. ഫഖുദൂ ബികിതാബില്ലാഹി വതമസ്സകൂ ബിഹി, ഫഖുദൂ ബികിതാബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുക. ഫതമസ്സകൂ ബിഹി, അതിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുക. ഫഹസ്സ അലാ കിതാബില്ലാഹി വറഗബ ഫീഹി, അള്ളാഹുവിന്റെ കിതാബിനോട് താല്പര്യമുണ്ടാകാനും അതിനെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ കാര്യം, വഅഹ്ലു ബൈത്തി, എന്റെ കുടുംബമാണ്. വഅഹ്ലു ബൈത്തി, എന്റെ കുടുംബമാണ്. വഫീ ലഫ്ളിൻ, വേറെ ലഫ്ളിൽ നമുക്ക് കാണാം, കിതാബുല്ലാഹി ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അള്ളാഹുവിന്റെ കിതാബ് അതാണ് ബലമുള്ള കയറ്. മനിത്തബഅഹു കാന അലൽ ഹുദാ, ആരാണോ അതിനെ പിൻപറ്റുന്നത് അവൻ ഹുദയിലാണ്, നേർമാർഗത്തിലാണ്. വമൻ തറകഹു കാന അലൽ ളലാല, ആരാണോ അതിനെ ഒഴിവാക്കുന്നത് അവൻ ളലാലത്തിലുമാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നിർവഹിച്ചു, ഒരു പ്രസംഗം. ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദീർ ഖും എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലം ഒരു താഴ്വരയാണ്. ആ പേര് ഇടാൻ ഒരു വ്യക്തിയുടെ ഒരു പേരിനോട് ചേർത്തിട്ട പേരാണ്. ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഹജ്ജത്തുൽ വിദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്, അവസാനത്തിൽ ചെയ്ത ഹജ്ജ്. ആ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്ഥലത്ത്, ഇതൊരു താഴ്വരയാണ്, ഇവിടെ അവരൊന്ന് തമ്പടിച്ചു, അവരിറങ്ങി. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഈ ഖുതുബ നിർവഹിക്കുന്നത്. ഇത് സഹാബാക്കളോട് പറയുന്നത്. ഖുതുബ നിർവഹിക്കുന്നതിന് മുമ്പ് ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഹംദ് ചെയ്തു, അള്ളാഹുവിനെ പുകഴ്ത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ജുമഅയുടെ ഖുതുബയാണെങ്കിലും അല്ലെങ്കിൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഖുതുബയാണെങ്കിലും അല്ലെങ്കിൽ ഈദിന്റെ ഏതൊരു ഖുതുബയാണെങ്കിലും തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ഹംദ് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചുകൊണ്ടും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടുമാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് പറഞ്ഞു അമ്മാ ബഅദ്, അമ്മാ ബഅദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് ശേഷം എന്നുള്ള അർത്ഥമാണ്. നേരത്തെ പറഞ്ഞ ശേഷം ഒരു വാചകത്തിൽ നിന്ന് വിട്ട് അടുത്തത് തുടങ്ങുക എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അമ്മാ ബഅദ്. അതിന്റെ ഒരു വിശദീകരണം പിന്നെ ശേഷം എന്താണ് വരുന്നത് എന്നുള്ള അർത്ഥമെല്ലാം ഉണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ അന ബശറുൻ, തീർച്ചയായിട്ടും ഞാൻ എന്താണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും മകനായിക്കൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജനിക്കേണ്ട സബബുകളെല്ലാം പൂർത്തീകരിച്ച് ആ രീതിയിൽ ജനിച്ചു വീണ ഒരു മനുഷ്യനാണ്. നമുക്ക് സൂറത്ത് കഹ്ഫിലെ തന്നെ അവസാനത്തെ ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വറഖുൽ, നബിയെ പറയുക, ഇന്നമാ ബശറുൻ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലൈഹി, ഞാൻ ഒരു മനുഷ്യനാണ്, പക്ഷെ എന്താണ് വ്യത്യാസം? എന്താണ്? എനിക്ക് ആകാശത്തിന് മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ട്,
ചില പിഴച്ച കക്ഷികൾ പറയുന്ന വലിയ അപകടം പിടിച്ച വാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശം കൊണ്ടുള്ള ഒരു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം പിന്നെ ആദം നബി അലൈഹി ഇസ്ലാം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രീതിയിൽ പല പിഴച്ചവാദങ്ങളും കാണാൻ സാധിക്കും. ഇതെല്ലാം അതിര് കവിഞ്ഞ ഗുലുവാണ്, ആക്ഷേപിക്കപ്പെടേണ്ട തെറ്റായിട്ടുള്ള ഗുലുവാണ് ഇതുപോലെയുള്ള വാദങ്ങളെല്ലാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, ഞാൻ ഒരു മനുഷ്യനാണ്, ഇബാദത്തിന്റെ ഒരു ഇനങ്ങളും അവകാശപ്പെട്ടിട്ടില്ലാത്ത, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ്, ഗൈബിയായ ഇൽമിൽ ഒന്നുപോലും അറിയാത്ത, അല്ലാഹു അറിയിച്ചതല്ലാത്ത ഒന്നുപോലും സ്വന്തം ഇഷ്ടപ്രകാരം അറിയാത്ത ഒരു പിന്നെ മനുഷ്യനാണ്. എന്നാൽ വഹി നൽകപ്പെടുന്ന റസൂലാണ്, സ്ഥാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഷികു അൻ യഅതിയനി റസൂലു റബ്ബി ഫഉജീബ, എന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റസൂൽ വരാനായിട്ടുണ്ട്, ഞാൻ ഉത്തരം ചെയ്യാനുമായിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? എന്നിലേക്ക് മലക്കുൽ മൗത്ത് എത്താനായിട്ടുണ്ട്, എന്റെ മരണം സംഭവിക്കാനായിട്ടുണ്ട്. ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെടാനായിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഖുർആനിലെ ആയത്തുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതിലേക്കുള്ള സൂചന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, തീർച്ചയായിട്ടും നബിയെ താങ്കൾ മരണപ്പെടും, അതുപോലെ തന്നെ അവരും മരണപ്പെടും. അതുപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാനിലെ 144-ാമത്തെ ആയത്തിൽ കാണാം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബികും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെ പ്രവാചകനല്ലാതെ വേറെ ആരുമല്ല. ആ പ്രവാചകൻ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാലോ നിങ്ങൾ യുദ്ധങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയും ചില ആളുകളുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസം, പിഴച്ച വിശ്വാസമുള്ള ആളുകളുണ്ട്. ചില ആപത്ഘട്ടത്തിൽ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, നേരിട്ട്, സ്വപ്നത്തിലല്ല നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും, ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. അങ്ങനെയുള്ള പല പിഴച്ച വാദങ്ങളും വിശ്വാസങ്ങളുമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഖുർആനിന്റെയോ ഹദീസിന്റെയോ തെളിവിന് യോജിച്ചിട്ടുള്ള ഒരു വിശ്വാസമേ അല്ല അത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമെന്നും മരണപ്പെട്ടു എന്നുള്ളതും തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം പിഴച്ച വിശ്വാസങ്ങളുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മരണപ്പെടാനായി എന്ന് അറിയിച്ചതിന് ശേഷം, വഅന താരിക്കും ഫീക്കും ഫഖലൈൻ, നിങ്ങളിൽ ഇതാ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടുപോവുകയാണ്. ഫഖലൈൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഫഖലൈൻ എന്നുള്ളത് അള്ളാഹു മറ്റു ചില ഹദീസുകളിൽ ഏത് രീതിയിൽ കാണാം, ഖുർആനിലും കാണാം, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൂചിപ്പിക്കുന്ന കാണാം. ഫഖലൻ എന്ന് പറഞ്ഞാൽ ഭാരമുള്ള രണ്ട് സാധനങ്ങൾ എന്ന അർത്ഥം, ഭാരമുള്ള രണ്ട് സാധനങ്ങൾ. അപ്പൊ അത്രയും ജിന്നുവർഗവും മനുഷ്യവർഗവും അത്രയും ധാരാളം ഉള്ളത് കൊണ്ടാണ് ഫഖലൈൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതേസമയം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ഇവിടെ ഫഖലൈൻ എന്ന് പറയാനുള്ള കാരണം അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം അത് ബോധ്യപ്പെടുത്താനാണ്. രണ്ട് ഭാരമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോവുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവ്വലുഹുമ, ആ രണ്ടെണ്ണത്തിൽ ഒന്നാമത്തേത് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്. ഫീഹി അൽ ഹുദാ വന്നൂർ, അതിൽ നേർമാർഗമുണ്ട്, പ്രകാശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ കിതാബുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് വിട്ടേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിതാബുല്ലാഹ് വിട്ടേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? അള്ളാഹുവിന്റെ കിതാബായ ഖുർആനും ഉൾക്കൊള്ളുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യായിട്ട് ഇറങ്ങിയ മറ്റ് ഹദീസുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട് കാര്യം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ കൽപ്പിക്കുന്ന കാര്യങ്ങളും വിരോധിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഖുർആനിന്റെ താല്പര്യമാണ്. ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? സൂറത്തുൽ ഹശറിലെ 7-ാമത്തെ ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ തരുന്ന എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളെ എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഖുർആന്റെ താല്പര്യമാണ്, വിരോധിച്ച കാര്യങ്ങളെല്ലാം ഖുർആന്റെ താല്പര്യമാണ്. അത് ഖുർആനിലേക്ക് മടക്കിക്കൊണ്ട് പല സഹാബകളും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെല്ലാം ഇതിലേക്ക് മടക്കിക്കൊണ്ട് ഖുർആനിന്റെ കൽപ്പന, ഖുർആനിന്റെ വിരോധനം എന്നുള്ള നിലക്ക് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി അൽ ഹുദാ വന്നൂർ. അതിലാണ് ഹുദയുള്ളത്, നേരായ മാർഗമുള്ളത്. അതുപോലെ തന്നെയാണ് നൂറുള്ളതും. സഹോദരങ്ങളെ, നമുക്ക് നേരായ മാർഗം നേടിയെടുക്കാൻ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ എത്തിക്കുന്ന പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ ഖുർആനിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുന്നത്, അത് ജീവിതത്തിൽ പകർത്തുന്നത്, ഇത് മാത്രമാണ് നമ്മളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുക. അഥവാ അതിന്റെ വിശദീകരണമായി ഹദീസുകളെ. അന്നൂർ, പ്രകാശം. അതായത് വലാലത്തിന്റെ ഇരുട്ട് നമ്മുടെ മൂടിക്കിടക്കുന്ന സമയത്ത്, നമ്മുടെ ചുറ്റുമാകുന്ന സമയത്ത് എന്താണ് ഹഖ്, എന്താണ് ബാത്തിൽ, ഇത് വേർതിരിച്ചറിയാനുള്ള പ്രകാശം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാധാന്യം പറഞ്ഞതിന് ശേഷം ഫഖുദൂ ബികിതാബില്ലാഹി വതമസ്സകൂ ബിഹി. നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുക, അതിനോട് യോജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആനിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അഹ്ലു ബൈത്തി, എന്റെ കുടുംബം, എന്റെ കുടുംബത്തെ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കളും ഭാര്യമാരുമാണ്, മുഅ്മിനീങ്ങളായിട്ടുള്ളവർ. അതാണ് ആ പരിധിയിൽ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമായി ചേർത്തി പറഞ്ഞത് കാണാം. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർ-റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് മ്ലേച്ഛതകളെ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഹ്ലൽ ബൈത്ത് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിജാബിന്റെ ഈ ആയത്തുകളിൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, ഏറ്റവും അള്ളാഹുവിന്റെ കൽപ്പന മുൻഗണനയിൽ പാലിക്കേണ്ട ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ. അതുകൊണ്ടാണത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ബനു അമ്മിഹി മിനൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാരുടെ സന്താനങ്ങൾ, അഥവാ ബനി അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താനങ്ങൾ. അതുപോലെ തന്നെ ബനി അബി താലിബ്, അബൂ താലിബിന്റെ സന്താന പരമ്പരയിൽ അതാരൊക്കെയാണ്? അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ജഅഫർ റളിയല്ലാഹു അൻഹു, അതുപോലെ അഖീൽ, അങ്ങനെയുള്ള സന്താനങ്ങൾ. അതുപോലെ അവരുടെ മക്കളായിട്ടുള്ള അൽ ഹസൻ, അൽ ഹുസൈൻ, അതുപോലെ അലി റളിയല്ലാഹുവിന്റെ സന്താനങ്ങൾ. ഇങ്ങനെയുള്ളവരാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. അവരുടെ മേലെ എന്താണ്? സദഖ നിഷിദ്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനോട് നമുക്ക് ചില ബഹുമാനവും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ചില മഹത്വങ്ങളും ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അതിനോട് തീരെ ഒരു വില കൽപ്പിക്കാത്ത, പ്രത്യേകിച്ച് തൗഹീദ് ചർച്ച ചെയ്യുന്ന ആളുകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധനോട് തീരെ വില കൽപ്പിക്കാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട് താനും. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറയുന്ന ആളുകളിൽ ഒരു വലിയ ഭൂരിഭാഗവും ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും പ്രചാരകരായി അതിനെ മുൻഗണന നിൽക്കുന്നവരാണ്. അവരെ എന്തായിട്ട് നമ്മൾ പരിഗണിക്കാൻ പറ്റില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല.
രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറയുന്നവരുടെ സനദ്, റസൂലുള്ളാഹിലേക്ക് ചേരുന്ന സനദ്, അല്ലെങ്കിൽ ഈ അലി റളിയല്ലാഹു അൻഹു സന്താന പരമ്പരയിലേക്ക് അല്ലാതെ ഏതെങ്കിലും ആ പരമ്പരയിലേക്ക് ചേരുന്ന സനദുകൾ പിന്നെ സഹീഹ് അല്ലാത്ത ദുർബലമായത്, അങ്ങനെ പല രീതിയിൽ കാണാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ എന്ന് വരുന്ന ആ ഒരു കുടുംബ പരമ്പരയിലുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരോട് ചെയ്യേണ്ട ഒരു ആദരവ് നൽകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യുഹന്നാസ് മൻ ആദാ അൽ അബ്ബാസ് ഫഖദ് ആദാനി, ആരാണോ അബ്ബാസിനെ ഉപദ്രവിച്ചത്, ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്നത്, അവൻ എന്നെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു പിതൃവ്യൻ എന്നുള്ളത് ആരാണ്, ഏത് സ്ഥാനത്തുള്ളതാണ്? സ്വന്തം വാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ തൗഹീദുള്ള സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകളോട് ആ റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന നിലയ്ക്കുള്ള ഒരു ആദരവും ബഹുമാനം നാം നൽകേണ്ടതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതിന്റെ ഭാഗമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിഷയത്തിൽ പിഴവിലായ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന്, റാഫിളുകൾ എന്ന് പറയുന്നവർ, റവാഫിൾ എന്നൊക്കെല്ലാം പറയുന്ന ശീഈ വിഭാഗത്തിലെ തീവ്രക്കാരായിട്ടുള്ള ആളുകൾ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അഹ്ലുൽ ബൈത്തിനോട് അതിയായ ഹുബ്ബുണ്ട് എന്ന് വാദിക്കുകയും അലി റളിയല്ലാഹു അൻഹു ആണ് ഖിലാഫത്തിന് യോഗ്യനായിട്ടുള്ളത്, വസിയ്യു റസൂലില്ല, റസൂലുള്ളാഹിന്റെ വസിയ്യത്തായിട്ട് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫയാക്കിയത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നിവർ അത് അതിക്രമിച്ച് നേടിയതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മേലെ കുഫ്ർ വരെ ആരോപിക്കുന്ന, ഇവരെ പറ്റി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന, ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ അംഗീകരിച്ചാൽ തന്നെയും ആ അംഗീകരണം ഒരു, അവരുടെ ചില പുസ്തകങ്ങളിൽ കാണാം, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ട് അവർ തീരുമാനം എടുക്കാറുള്ളൂ. ആ നിലക്ക് വരെ ഇവരുടെ ഖിലാഫത്തിനെ അംഗീകരിക്കാത്ത, ഇവരെ ആക്ഷേപിക്കുന്ന ചില ആളുകളെ കാണാം. ഇവർ അലി റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുൽ ബൈത്തിനോടും ഹുബ്ബുണ്ട് എന്ന് വാദിക്കുകയും അത് എത്രത്തോളം എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബ പോലെയുള്ള ആളുകളുടെ പിന്നെ പ്രവർത്തനം മൂലം ഇബാദത്തിന്റെ ഇനങ്ങൾ അലി റളിയല്ലാഹു അൻഹു ഇലാഹാണ് എന്നുള്ള നിലക്ക് വരെ വാദിക്കുന്ന അവസ്ഥയിലെത്തി. നഊദു ബില്ലാഹ്. അവർ പിഴച്ച, അതിൽ വളരെയധികം അതിരി കവിഞ്ഞ ആളുകളാണ്. രണ്ടാമത്തെ ഒരു കൂട്ടർ നവാസിബ് എന്ന് പറയും, നാസിബികൾ എന്നെല്ലാം പറയുന്നവർ. അവർ അഹ്ലുൽ ബൈത്തിന് കൊടുക്കേണ്ട ഒരു ആദരവും നൽകാത്തവർ, അഹ്ലുൽ ബൈത്തിന് നൽകേണ്ട ഒരു ആദരവും ഒരു ഹക്കും നൽകാത്ത, അവർക്ക് യാതൊരു വിലയുമില്ലാത്ത, അവരെ ഒരു തരത്തിലും ഒരു പ്രാധാന്യം നൽകാത്ത ആളുകൾ. ഇങ്ങനെ രണ്ടു കൂട്ടരെ കാണാം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയിൽ ഏറ്റവും മധ്യമമായ നിലക്ക് അവരോട് കൊടുക്കേണ്ട ആദരവും അവരോട് കൊടുക്കേണ്ട ഹുബ്ബും എല്ലാം നൽകുകയും, എന്നാൽ അതിരുവിടാതെ, അവരോട് കൊടുക്കുന്ന ആദരവ് അതിരുവിടാതെ ഇബാദത്തിന്റെ ഇനങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത നൽകുന്ന ആ നിലക്കൊന്നും നൽകാതെ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കേണ്ട ആദരവ് നൽകുകയും, എന്നാൽ ആ രീതിയിൽ തന്നെ ഇബാദത്തിന്റെ ഇനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഷഫാഅത്ത് എന്നുള്ള നിലക്ക്, ഇടനിലക്കാരൻ എന്നുള്ള ഒരു നിലക്കും പരിഗണിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ട് ബന്ധം വെക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് അഹ്ലുൽ ബൈത്ത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനോട് നാം കാണിക്കുന്ന ആദരവും ബഹുമാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിൽപ്പെട്ട കാര്യമാണ്. റസൂലുള്ള പ്രത്യേകം അവസാന സമയത്ത് ഖുർആനിനോടൊപ്പം വസിയ്യത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് അഹ്ലു ബൈത്തി എന്നുള്ളത്. വേറെയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. അതിന്റെ പ്രാധാന്യം നമ്മുടെ നാടുകളിൽ തീരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ തീരെ അതിനെക്കുറിച്ച് പിന്നെ അറിയാത്ത ആളുകളാണ് നമ്മുടെ നാടുകളിൽ ഭൂരിപക്ഷം ആളുകൾ, പ്രത്യേകിച്ച് തൗഹീദിന്റെ ആളുകൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ മുൻപ് പറഞ്ഞ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ നിലക്കായിട്ടുണ്ട്. പക്ഷേ തൗഹീദുള്ള പിന്നെ അതുപോലെ തന്നെ സുന്നത്തിൽ നിലനിൽക്കുന്ന ആളുകളെ അവർ യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പരയിൽ വരുന്നവരാണെങ്കിൽ അവരോട് നമുക്ക് ബഹുമാനവും ആദരവും കാണിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിന്നെ ആദരവ് കാരണത്താൽ ഇവരോട് കാണിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ വസിയ്യത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വഫീ ലഫ്ളിൻ എന്ന് പറഞ്ഞ് ചില ലഫ്ളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹി ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ
മനിത്തബഅഹു കാന അലൽ ഹുദാ വമൻ തറകഹു കാന അലൽ ളലാല. കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് എന്നുള്ളത് ഹബ്ലുല്ലാഹിൽ മതീൻ, അല്ലാഹുവിന്റെ ബലമുള്ള കയറാണ്. നമ്മൾ ഖുർആനിൽ തന്നെ ആയത്ത് കാണാം, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇവിടെ ഖുർആനിനെയും ഹദീസിനെയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ ഈ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന, യഥാർത്ഥ ആശയത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾ അവര് ദുനിയാവിലും പരലോകത്തിലും ഉറച്ചു നിൽക്കും, നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അതല്ലാതെ ഇതിനെ വിട്ടുപോകുന്നവർ അവർ ദുനിയാവിൽ പഴച്ചവരായിരിക്കും, നാളെ പരലോകത്തും പിഴവിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്ക് കാണാം, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ഹുദ വന്നെത്തും, നേർമാർഗം വന്നെത്തും. അത് വന്നെത്തുമ്പോൾ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖാ, ആരാണോ എന്റെ ഹിദായത്തിനെ പിൻപറ്റുന്നത് അവർ വഴിപിഴച്ചു പോകില്ല, അവര് ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാവില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അറള അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഉദ്ദേശം ഖുർആനിൽ നിന്ന്, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അവർ അന്ധരായിക്കൊണ്ടായിരിക്കും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇത് ഈ അന്ധത ബസറിന്റെ ആണോ ബസീറത്തിന്റെ ആണോ എന്ന് ഉലമാക്കൾക്കിടയിൽ തഫ്സീറുകൾ ചർച്ചയാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതാണോ അതോ കൽബിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതാണോ എന്ന് കാണാം. ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറ, അവര് പറയും, അല്ലാഹുവേ എങ്ങനെയാണ് നിങ്ങൾ അന്ധരായത്, ഞങ്ങൾ ദുനിയാവില് കാഴ്ചയുള്ളവരായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, ഖാല കദാലിക അതത്ക ആയാതുനാ, നിങ്ങളിലേക്ക് എന്റെ ആയത്തുകൾ എത്തി, അഥവാ ഖുർആൻ എത്തി, ഫനസീതഹ, നിങ്ങൾ എന്താണ് അതിനെ മറന്നു കളഞ്ഞു. ഖുർആനിനെ മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിന്റെ ഹിഫ്ള് മറക്കലാണോ? ഖുർആൻ പാരായണം ചെയ്യൽ മറക്കലാണോ? അതല്ല ഉദ്ദേശം. ഖുർആൻ മറക്കുക എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയി, ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാതെ അത് നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾ ഇന്ന് അന്ധരായിക്കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കും. അപ്പൊ ഈ ഹദീസിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തിൽ ഹജ്ജത്തുൽ വദാ കഴിഞ്ഞു പോകുന്ന ഈ യാത്രയിൽ സഹാബാക്കളോട് ഉപദേശിച്ച രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അതിലൊന്ന് കിതാബുല്ലാഹ് അഥവാ ഖുർആനും ഹദീസും പറഞ്ഞു, രണ്ടാമത്തേത് അഹ്ലു ബൈത്തി, എന്റെ കുടുംബം എന്ന് പറഞ്ഞു. ഈ രണ്ടെണ്ണം ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ഷാഹിദ് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഹുദ, അതാണ് നൂർ. അതിനെ പറ്റിയ നിർമാർഗത്തിലാവും. അതിനെ ഒഴിവാക്കിയവൻ വലാലത്തിലുമായിരിക്കും. അടുത്ത ഹദീസ് 76-ാമത്തെ ഹദീസ് ഈ കിതാബിലെ വലഹു ഫി ഹദീസ് ജാബിർ ത്വീൽ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സുദീർഘമായ ഹദീസിലെ ഒരു ഭാഗം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫി ഖുത്ബതി യൗമി അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസത്തെ ഖുതുബയിൽ പറഞ്ഞു, വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ഇൻ ഇഅ്തസംതു ബിഹി, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വിട്ടേച്ചു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ രക്ഷ നേടിയാൽ ലൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, അതുകൊണ്ട് സംരക്ഷണം നേടിയാൽ. കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണത്. എന്നിട്ട് പറഞ്ഞു, വഅൻതും തുസ്അലൂന അന്നി, നിങ്ങളോട് എന്നെ പറ്റി ചോദിക്കപ്പെടും നിങ്ങൾ. ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്താണ് പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഖാലു, സ്വഹാബാക്കൾ പറഞ്ഞു, നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു റസൂലെ, നിങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ കടമ നിർവഹിച്ചിട്ടുണ്ട്, വനസഹ്ത, ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. ഫഖാല ബിഇസ്ബഅഹി അസ്സബാബ യർഫഉഹാ ഇല അസ്സമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അത് ഉയർത്തിക്കൊണ്ട് വൻകതുഹ ഇലന്നാസ്, ജനങ്ങളെ കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഉദ്ദേശിച്ചത് ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള നിലക്ക് ആകാശത്തേക്ക് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്,
അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി. ഇവരെ പറ്റിയാണ് സാക്ഷി എന്നുള്ള നിലക്ക് ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് കാണാം. സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ. ഈ ഹദീസും ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഖുർആനിനെ മുറുകെ പിടിക്കേണ്ട, ഖുർആൻ പിൻപറ്റേണ്ടതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നൽകുന്ന ഹദീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് ഫീ ഖുതുബത്തി യൗമി അറഫ, അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹജ്ജിൽ അറഫയിൽ ഖുതുബ നിർവഹിക്കുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാചകങ്ങളാണ്. ഈ സമയത്താണ് ഏതായത് ഇറങ്ങിയത്? പ്രശസ്തമായ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഇറങ്ങിയതും അതേ സന്ദർഭത്തിലാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞു കാണാം. അറഫയുടെ സമയത്ത് ഉച്ച ശേഷമുള്ള ആ സമയത്ത് ഖുതുബ നിർവഹിക്കുന്ന ആ സമയത്ത്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് വഖദ് തറക്തു ഫീകും മാ ലൻ തളില്ലു ഇൻ ഇഅ്തസംതും ബിഹി കിതാബല്ലാഹ്. ഞാനിതാ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല അതിനെ മുറുകെ പിടിച്ചാൽ, അല്ലെങ്കിൽ അതിൽ രക്ഷ നേടിയാൽ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണത്, അള്ളാഹുവിന്റെ കിതാബ്. സഹോദരങ്ങളെ, വീണ്ടും വീണ്ടും ഷെയ്ഖ് ഈ ഖുർആനിന്റെ പ്രാധാന്യം, കിതാബല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണമായ ഹദീസുകളുടെ പ്രാധാന്യം പറയുന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂൽ നമ്മിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതാണ്. ഇതാണ് ഇൽമിന്റെ അടിസ്ഥാനം. ഇൽമിന്റെ ഏറ്റവും അടിസ്ഥാനം പറഞ്ഞാൽ എന്താണ്? ഖുർആനും ഹദീസുമാണ്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ഇൽമിന്റെ ശാഖകളും വേർതിരിച്ചെടുക്കുന്നത്. വേറെയുള്ള ഫിഖ് ആവട്ടെ, ഫിഖിന്റെ ഒരുപാട് ഫന്നുകളാവട്ടെ, അഖീദയിലുള്ളതാവട്ടെ, ഹദീസിന്റെ ചർച്ചകളാവട്ടെ, എല്ലാം ഈ രണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ സ്വീകാര്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉസൂൽ ഹദീസുകളെല്ലാം മുസ്തലഹുകളെല്ലാം പഠിക്കുന്നത് ഇത് സ്വീകാര്യ പ്രമാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഫിഖ് എടുക്കുന്നത്, അതിൽ നിന്ന് മസ്അലകൾ എടുക്കുന്നതാണ്. ഇതിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ്. ആരാണോ അതിൽ കയറുന്നത് അവർ രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും അതുപോലെ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിലും. അതൊരു ആർത്തിരമ്പെന്ന കടലിൽ നമുക്കിന്ന് ദുനിയാവില് ശുഭത്തും ശൗവത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി നമ്മളെ ഏറ്റവും വലിയ കുഴപ്പത്തിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക, സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ഇത് മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ശുഭത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹക്ക് ബാത്തിലായി തോന്നും, ബാത്തിൽ ഹക്കായി തോന്നും. ഇത് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ശുഭത്തുകളോ അല്ലെങ്കിൽ ഷഹ്വത്തുകളോ കയറിയ ആളുകളെടുത്ത് നമ്മൾ സംസാരിച്ച് നമുക്ക് മനസ്സിലാവും. അവര് ദീനിൽ ഇൽമുണ്ടായിരുന്ന ആളുകളാണെങ്കിൽ പോലും അവർ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക തെറ്റായിട്ടായിരിക്കും. അവർക്ക് ആയത്തിൽ നിന്ന് കിട്ടുന്ന ഫഹ്മ് തെറ്റായിരിക്കും, ഹദീസിൽ നിന്ന് കിട്ടുന്ന ഫഹ്മ് തെറ്റായിരിക്കും. ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ് അവർക്ക് ഫഹ്മ് മാറുക, അവരുടെ ചിന്ത അനുസരിച്ച്. ഉദാഹരണത്തിന് ആരാണ് ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും നല്ല കടം നൽകാനുള്ളത്? ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ മുന്നിടുകയായിരുന്നു. അതേ സമയത്ത് മുനാഫിക്കുകളും കുഫാറുകളും പറഞ്ഞ എന്താണ്? അള്ളാഹ് ദരിദ്രരാണ്, ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹ് ദരിദ്രനാണ്. അവരുടെ ബുദ്ധിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരേ ആയത്തിൽ നിന്ന് ഒരു കൂട്ടരുടെ ഈമാൻ വർദ്ധിക്കുന്നു, ഒരു കൂട്ടരുടെ കുഫ്ർ വർദ്ധിക്കുന്നു. അപ്പൊ നമ്മുടെ ഫഹ്മാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും നമുക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഈ ഖുർആനിനെയും ഹദീസിനെയും നാം മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്ന അവസ്ഥയിലായിരിക്കണം നാം ഖുർആനിനെയും ഹദീസിനെയും മുറുകെ പിടിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് അറഫയിൽ വെച്ച് സഹാബാക്കളോട് ചോദിച്ചു, വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ. നിങ്ങൾ എന്നെ പറ്റി ചോദിക്കപ്പെടുന്നവരാണ്, എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടും, നിങ്ങൾ എന്താണ് പറയുക, നിങ്ങൾ എന്ത് പറയുന്നവരാകും എന്നുള്ളത്. നാളെ പരലോകത്ത് വിചാരണയുടെ സന്ദർഭത്തിൽ ഓരോ ഉമ്മത്തിനെയും വിചാരണ ചെയ്യുമ്പോൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെയും വിചാരണ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ
6-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഫലനസ്അലന്ന അല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്ന അൽ മുർസലീൻ വലനസ്അലന്ന അല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്ന അൽ മുർസലീൻ. അവർക്ക് അയക്കപ്പെട്ട മുർസലുകളോട് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് അയക്കപ്പെട്ടതിനെ കുറിച്ച് അവരോടും ചോദ്യം ചെയ്യും. ഈ രണ്ടു കൂട്ടരോടും, പ്രവാചകന്മാരോട് ചോദിക്കും, വന്നവരോട് ചോദിക്കും. പ്രവാചകന്മാരോട് എന്താ ചോദിക്കുക? അല്ലെങ്കിൽ ഉമ്മത്തിനോട് എന്ത് ചോദിക്കും? ഈ നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലേ? പ്രവാചകന്മാർ ഇത് പറഞ്ഞു തന്നില്ലേ? മുഅ്മിനീങ്ങൾ പറയും ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അല്ലാത്തവർ പറയും ഇല്ല. അവർ പറയുന്ന വാക്ക് അല്ലാഹു പറഞ്ഞു, മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, ഞങ്ങൾക്ക് വന്നിട്ടില്ല ഇതുപോലെ താക്കീത് നൽകാനോ ഇതുപോലെ സന്തോഷ വാർത്ത അറിയിക്കാനോ ഞങ്ങളിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് കുഫാറുകൾ പറയും. എന്നാൽ മുഅ്മിനീങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയും. പ്രവാചകന്മാരോട് ചോദിക്കും, നിങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുത്തില്ലയോ? പ്രവാചകന്മാരോട് ചോദിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് പറയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോ സഹാബാക്കൾ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു റസൂലെ, നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഉത്തരവാദിത്വം ചെയ്തിട്ട് ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേരിൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൂവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞത് അതിനും കൂടിയുള്ള തെളിവാണ്. അല്ലാഹു തആല അലിയാണ്, ഉലൂവാണ് എന്നുള്ളതിനുള്ള ദലീൽ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഹദീസുകളിലെല്ലാം പറയുന്ന വിഷയം ഷെയ്ഖ് വീണ്ടും കൂടി ഈ ഹദീസുകൾ കൊടുക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അള്ളാഹുവിന്റെ കിതാബിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്തിനോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.